പെരുമ്പാവൂരിനടുത്ത് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ കെ-സ്വിഫ്റ്റ് മുഖേന ബിൽഡിംഗ് പെർമിറ്റും അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റും നേടി 10ഓളം പ്ലൈവുഡ് കമ്പനികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ചില കമ്പനികൾ കെ-സ്വിഫ്റ്റ് മുഖേന മാത്രം അനുമതി തേടി ബന്ധപ്പെട്ട വകുപ്പുകളിലെ അനുമതി തേടാതെ പാറഖനനം നടത്തുന്നതായും പുറമ്പോക്ക് കയ്യേറി നിർമ്മാണം നടത്തുന്നതായും പരാതിയുണ്ട്. അശമന്നൂർ 10ാം വാർഡിൽ മേതല തെക്കുഭാഗത്താണ് പ്രശ്നം രൂക്ഷമായത്. പ്ലൈവുഡ് വ്യവസായത്തിന് ഭൂമി വാങ്ങിക്കൂട്ടി മണ്ണിടിച്ച് നിരപ്പാക്കുന്നു. മലകളുടെ മുകൾ ഭാഗത്ത് മതിൽ കെട്ടി അതിനുള്ളിൽ മണ്ണിട്ട് നികത്തുന്നു എന്നിങ്ങനെയാണ് പരാതികൾ. ഇത് താഴെ താമസിക്കുന്നവർക്ക് ഭീഷണിയാകുന്നു. ചിലയിടങ്ങളിൽ പുറമ്പോക്കുകളും തൊണ്ടുകളും നഷ്ടമാകുന്നതായും പരാതിയുണ്ട്. പുറമ്പോക്ക് കണ്ടെത്തി സംരക്ഷിക്കണം, മലകൾ നിലനിർത്തണം എന്നിവയാണ് മേതല തെക്കുംഭാഗം നിവാസികളുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു 100 അടിയോളം പൊക്കത്തിൽ കെട്ട് വന്നാൽ പോലും ആ കെട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഈ മണ്ണുകളെല്ലാം കൊണ്ടുവന്ന് ഇട്ട് ഡംപ് ചെയ്യുന്നത്. ഈ മണ്ണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും താങ്ങാനോ എന്നുള്ളൊരു ശേഷി അവർക്കില്ല. തട്ടായിട്ടുള്ള മല ഇടിച്ചു നിരത്തി അതിന് അനധികൃതമായി ഖനനം നടത്തി പാറ ഖനനം നടത്തുന്നു. മണ്ണെടുത്ത് മാറ്റി താഴത്തുള്ള 25 വീട്ടുകാർക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ പഞ്ചായത്ത് സ്റ്റോപ്പുമോ കൊടുത്തിട്ടും അതിനൊക്കെ വകവയ്ക്കാതെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യാഘാതങ്ങൾ പഠിക്കാതെ മണ്ണെടുപ്പും പാറഖനനവും നടത്തുന്നതിനാൽ മണ്ണിടിച്ചിലും വരൾച്ചയും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് അശമന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി കുന്നത്തുനാട് തഹസീൽദാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 45 ഡിഗ്രി ചെരിഞ്ഞ സ്ഥലത്തിന് താഴെ വീടുകളുണ്ട്. മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. വലിയ പാറഖനനം നടത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടില്ല. നിലവിൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ മഴക്കാലത്ത് അപകട സാധ്യതയുണ്ടെന്നും അശമന്നൂർ വില്ലേജ് പരിധിയിൽ ഇത്തരം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും വില്ലേജ് ഓഫീസർ താലൂക്കിലേക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. പഞ്ചായത്തിന്റെയോ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയോ അനുമതി കൂടാതെയാണ് ചിലർ പാറഖനനം നടത്തുന്നതെന്നും പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടാക്കുന്നതിനാൽ നിർത്തിവെക്കണമെന്നും പഞ്ചായത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ദുരന്ത സാധ്യത കണക്കിലെടുത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിക്കും ദുരന്ത നിവാരണ വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം തേടാമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അതേസമയം ജില്ലാ കളക്ടർ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.